ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 2 അതിലെ 2ാമത്തെ എപ്പിസോഡാണ്. സോ ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുറക്കുന്ന തന്നെ എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റോ അതെന്തുവാണെന്ന് നമ്മുടെ താഞ്ചോ ചോദിക്കുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സെനിച്ചോ പറയുകയാണ്, എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം എന്റർടൈൻഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെ ഒരുപാടധികം ഗേൾസസ് ഉണ്ട്, ബാർസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ താഞ്ചോയ്ക്ക് മനസ്സിലാകുന്നില്ല. ഇതേ സമയം തന്നെ ആ ഹാഷ്റ പറയുകയാണ്, ഞാനൊരു ദൈവമാണ്, ഞാൻ എന്ത് പറയുന്നു നിങ്ങൾ അതുപോൾക്ക് തന്നെ കേൾക്കണം. ഞാൻ നിങ്ങളോട് ഒരു പട്ടിയാക്കാൻ പറഞ്ഞാൽ നിങ്ങളൊരു പട്ടിയാക്കണം. ഞാൻ നിങ്ങളോട് ഒരു കുരങ്ങനാക്കാൻ പറഞ്ഞാൽ നിങ്ങളൊരു കുരങ്ങനാവണം. അങ്ങനെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതുപോക്കാവണമെന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സെനിറ്റ്സു ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിനക്ക് എന്താ കേട്ടുകൊണ്ട് നമ്മുടെ താഞ്ചർ ചോദിക്കുകയാണ്, എനിക്കൊരു ഡൗട്ടുണ്ട്, നിങ്ങൾ എന്തോത്തിന്റെ ദൈവമാണെന്ന്. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സെനിറ്റ്സ് പറയുകയാണ്, താഞ്ചറോ നീ സീരിയസ് ആയിട്ടാണോ ചോദിക്കുന്നത്, അതോ നിനക്കും ഭ്രാന്താണോ? ചോദിച്ചൊരു നല്ല ചോദ്യമാണ്, നിന്നിൽ ഞാനൊരു നല്ല ഭാവി കാണുന്ന നമ്മുടെ ടൻഗൻ പറയുന്നു. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ സെനിറ്റ്സ് പറയുകയാണ്, അവനൊരു പൊട്ട ചോദ്യമാണ് ചോദിച്ചത്. ആ പൊട്ട ചോദ്യത്തിൽ അവൻ എന്തുവാടാ നല്ല ഭാവി കിട്ടുന്നതെന്ന് മനസ്സിൽ വിചാരിക്കുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ടൻഗൻ പറയുകയാണ്, ഞാനാണ് ദ ഗോഡ് ഓഫ് ഫെസ്റ്റിവൽ. കേട്ടുകൊണ്ട് നമ്മുടെ സെനിറ്റ്സുവിന് ഭ്രാന്ത് പിടിച്ചു. എന്നാ ഞാനാണ് ഗോഡ് ഓഫ് മൗണ്ടൻ, ഗോഡ് ഓഫ് ഫെസ്റ്റിവലിനെ കണ്ടതിന് ഒരുപാടധികം സന്തോഷമുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ടൻഗൻ വിചാരിക്കുകയാണ്, ഇവനെന്തോ ഈ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്, ഇവനെന്തോ പൊട്ടനാണോ? ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സെനിറ്റ്സു പറയുകയാണ്, നിങ്ങൾ ഇത്രയും നേരവും പറഞ്ഞത് മണ്ടത്തരമൊന്നും അല്ല. കേട്ടിട്ട് നമ്മുടെ ഇനോസ്കയ്ക്ക് ഒരുപാടധികം ദേഷ്യം വരുന്നു. നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ ടൻഗനെ അടിക്കാൻ വേണ്ടി പോകുന്നു. അത് നമ്മുടെ താൻജറോ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ ടൻഗൻ വളരെയധികം സ്പീഡിൽ അവിടെ നിന്ന് പോകുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഇനോസ്കെ ചോദിക്കുകയാണ്, ഇതാണോ ഇയാളുടെ പവർ? ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ താൻജറോ പറയുകയാണ്, അതെ ഇയാളൊരു ഹാഷറയാണ്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെയധികം ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന്. അങ്ങനെ അവരെ 3 പേരും അവിടെ ഉള്ള എല്ലാവർക്കും ടാറ്റ ബൈ പറഞ്ഞിട്ട് പോകുന്നു. കാണിക്കുന്നത് അവർ 3 പേരും എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റിൽ എത്തുന്നതാണ്. നമ്മുടെ ടൻഗൻ പറയുകയാണ്, നിങ്ങൾ ആരും എന്നെ വിട്ട് എവിടെയും പോയില്ല, നിങ്ങൾ എല്ലാവരും എന്നെ തന്നെ ഫോളോ ചെയ്യണം. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കയും അതുപോലെ സെനിറ്റ്സു അവിടെ നിന്ന് ചാടി പോകുകയാണ്. പുറകെ തന്നെ നമ്മുടെ താൻജറോ പോകുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ടൻഗൻ പറയുകയാണ്, ഞാൻ നിങ്ങളോടൊക്കെ എന്നെ തന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ ഉടനെ ഉള്ളൂ, അന്നേരത്തെ തന്നെ നീയൊക്കെ എല്ലാവരും ഇറങ്ങി അങ്ങ് ഓടിയോ. കാണിക്കുന്നത് നമ്മുടെ ഇനോസ്കയാണ്. ഇനോസ്കയാണെങ്കിൽ ഒരുപാടധികം ആൾക്കാർ കൂടെ നിൽക്കുന്നതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് അവർ ഇടയിൽ ഇടിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ടൻഗൻ അവനെ പിടിച്ചു വെക്കുകയാണ്. ആ മഞ്ഞമുടിക്കാരൻ തന്നെ നമ്മുടെ ടൻഗൻ ചോദിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് നമ്മുടെ സെനിറ്റ്സുവിനെ കാണിക്കുകയാണ്. സെനിറ്റ്സു ആൾക്കാരുടെ കൂട്ടത്തിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ മേളിൽ നിന്ന് കുറച്ച് ലേഡീസ് നമ്മുടെ സെനിറ്റ്സുവിനെ വിളിക്കുന്നു, ഹേ ക്യൂട്ട് ബോയ് ഇങ്ങോട്ട് കയറി വന്ന് എനിക്ക് ആ സാധനങ്ങളൊക്കെ തരാമെന്ന് പറയുന്നു. കേട്ടുടനെ നമ്മുടെ സെനിറ്റ്സുവിന് ഒരുപാടധികം നാണം വരികയാണ്. നമ്മുടെ സെനിറ്റ്സു ആണെങ്കിൽ അവരുടെ അടുത്തോട്ട് വളരെയധികം സ്പീഡിൽ ഓടിപ്പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എനിക്ക് വളരെയധികം നാണം വരുന്നു, ഇവർ വളരെയധികം ബ്യൂട്ടിഫുൾ ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സെനിറ്റ്സുവിന്റെ തലയിലോട്ട് നമ്മുടെ ടൻഗൻ വന്ന് ഒറ്റ ഇടി ഇടിക്കുന്നത്. നിനക്ക് ഇതിനൊന്നും പ്രായമായിട്ടില്ല, നീ വെറും കുറ്റി എന്ന് പറഞ്ഞിട്ട് അവനെ വലിച്ചുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് തന്നെ നമ്മുടെ ടൻഗൻ പറയുകയാണ്, ഇവിടെ ഭംഗിയുള്ള ഗേൾസിനൊക്കെ ഒരുപാടധികം ഡിമാൻഡാണ്. ഇവർക്ക് കടമൊക്കെ വരുന്ന സമയത്ത് ഈ ഭംഗിയുള്ള ഗേൾസിനെയൊക്കെ അവർ കൊണ്ട് വിൽക്കും. അവരുടെ അടുത്തുനിന്ന് വേറെ ആൾക്കാരൊക്കെ പൈസ കൊടുത്ത് മേടിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ജീവിച്ചു പോകുന്നത്. അത് മാത്രമല്ല അവരുടെ ഭംഗി അനുസരിച്ച് അവർക്ക് ഓരോ അധികം റാങ്ക് കൊടുക്കും. ഉയരാന എന്ന് പറഞ്ഞ റാങ്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട്. രാവിലെ എന്ന് പറയുന്നത് വളരെയധികം നോർമൽ ആയിട്ടുള്ള ഒരു സ്ഥലം പോലെയാണ്. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ ഇതൊരു ഫെസ്റ്റിവൽ പോലത്തെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഡീമൻസിലേക്ക് വളരെയധികം ഈസി ആയിട്ട് തന്നെ ഇവിടെ ഒളിച്ചിരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരെയും ഒരു സ്ഥലത്തോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അവരെന്തുവത്തിനാണ് ഇവിടെ വന്നേന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ ഭാര്യനെ കണ്ടുപിടിക്കാനാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സെനിറ്റ്സു പറയുകയാണ്, എന്ത് നിന്റെ ഭാര്യനെ കണ്ടുപിടിക്കാനാണോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങളുടെ വിലയേറിയ സമയം എന്ത് പോകുന്നറിയാവോ? നിന്നെ മോത കാണാൻ വരെ ഒരു പെണ്ണ് പോലും തിരിഞ്ഞു നോക്കത്തില്ല, അന്നേരം നിന്റെ ഭാര്യനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു വളരെയധികം ദേഷ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ ടൻഗൻ പറയുകയാണ്, എനിക്ക് പെണ്ണന്വേഷിക്കാനൊന്നുമല്ല ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, എനിക്കിവിടെ ഒരു ഭാര്യയുണ്ട്, ആ ഭാര്യയെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സെനിറ്റ്സു പറയുകയാണ്, നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടോ? ഞാനിത് ഒട്ടും വിശ്വസിക്കത്തില്ല, നിങ്ങളെപ്പോലെ ഒരു മണ്ടനെ എങ്ങനെയാണ് ഒരാൾ കല്യാണം കഴിക്കുന്നത്? ഇതേ സമയത്ത് തന്നെ വളരെയധികം ദേഷ്യം വന്ന നമ്മുടെ ടൻഗനാണെങ്കിൽ ഒരുപാടധികം കത്തെടുത്തിട്ട് നമ്മുടെ സെനിറ്റ്സുവിന്റെ മോന്തൊക്കെ എറിഞ്ഞു കൊടുക്കുകയാണ്. പ്രൂഫ് ഇതെനിക്ക് എന്റെ ഭാര്യ അയച്ചെന്ന ലെറ്റർ ആണെന്ന് പറയുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോ ചോദിക്കുകയാണ്, ഇത് ഒരുപാടധികം ലെറ്റേഴ്സ് ഉണ്ടല്ലോ, എനിക്ക് 3 ഭാര്യമാരുണ്ട്, ആ 3 ഭാര്യമാരെ കൊണ്ട് അയച്ചു തന്നിട്ടുള്ള ലെറ്റർ ആണെന്ന് നമ്മുടെ ടൻഗൻ പറയുന്നു. കേട്ട് ഇല്ലാതായി പോവുകയാണ് നമ്മുടെ സെനിറ്റ്സു. എന്ത് നിനക്ക് 3 ഭാര്യമാരോ? നിനക്ക് എന്തെങ്കിലും ഭ്രാന്തുണ്ടോ എന്ന് നമ്മുടെ സെനിറ്റ്സു അലച്ച് ചോദിക്കുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ടൻഗനാണെങ്കിൽ സെനിറ്റ്സുവിന്റെ വയറ്റിനിട്ട് ഒരെണ്ണം കൊടുക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ഡൗട്ടുണ്ട്, ഇവിടെ ഡീമൻ ഉണ്ടെന്ന്. പക്ഷെ ഇവിടെ വന്ന് അന്വേഷിച്ച സമയത്ത് എനിക്കിവിടെ ഡീമൻസിനൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സംശയമായിട്ടുള്ള
3 വീടുകളിൽ എൻ്റെ 3 ഭാര്യമാരെയും ഞാൻ കൊണ്ടുവിട്ടു. അവർ 3 പേരും ഇപ്പോൾ ആ വീട്ടിൽ ഒരു സ്പൈ ആയിട്ടാണ് താമസിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓരോ വീട്ടിൽ നിന്ന് ഓരോ പെണ്ണുങ്ങളെയൊക്കെ മേടിക്കും. എന്നിട്ട് ആ പെണ്ണുങ്ങളെ വീട്ടു ജോലിയൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെ വേറെ ഇരട്ടി പൈസയ്ക്ക് ആ പെണ്ണുങ്ങളെ വേറെ വീട്ടിൽ വെക്കും. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ടൻകനാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഭാര്യനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ അവരുടെ കൂടെ ഒരു ഡേറ്റിങ്ങിന് പോകുന്നത് നമ്മുടെ ഇനോസ്കി പറയുന്നു. ഇതൊക്കെ കേട്ട് പ്രതീക്ഷിച്ചെന്ന് നമ്മുടെ ടൻകനാണെങ്കിൽ അവന്റെ വയറ്റിന് ഒരെണ്ണം കൊടുക്കുന്നു. ഈ സമയത്ത് തന്നെ അങ്ങോട്ട് ഒരാൾ ഒരു പെട്ടി കൊണ്ടുവരുന്നു. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ പെട്ടി അവിടെ വെച്ചിട്ട് പോകുന്നു. കാണിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ 3 വീട്ടിലെ ഒരു വീട്ടിലേക്ക് അവർ 4 പേരും പോവുകയാണ്. നമ്മുടെ താൻജറോ, സെനിറ്റ്സുനി, ഇനോസ്കിനെയൊക്കെ ഒരു പെണ്ണിനെ പോലെ മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ടൻകന്റെ പ്ലാൻ എന്തോന്ന് ചോദിച്ചാൽ ടൻകന്റെ ഭാര്യമാർ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇവരിൽ 3 പേരിൽ ഓരോ ആൾക്കാരെ വെച്ചിട്ട് 3 വീട്ടിലും സെല്ല് ചെയ്തിട്ട് അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു സ്പൈ പോലെ അറിയിക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ നമ്മുടെ ടൻകൻ ചെയ്യുന്നത്. സമയം തന്നെ ആ മേടിക്കാനിരിക്കുന്ന 2 പേരുണ്ടല്ലോ, ആ 2 പേരിലെ ആ സ്ത്രീ ആണെങ്കിൽ വളരെയധികം ഇതായിട്ട് നിൽക്കുകയാണ്. കാരണം നമ്മുടെ ടൻകനാണെങ്കിൽ വളരെയധികം ഒരു കിടിലനായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ നമ്മുടെ ടൻകനെ കണ്ടിട്ട് ഒരുപാടധികം ഇതായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതേ സമയം തന്നെ നമ്മുടെ ടൻകൻ പറയുകയാണ്, നിങ്ങളിൽ 3 പേരിൽ ഒരാളെ നിങ്ങൾ ഇവിടെ മേടിക്കുക, എന്നാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു നല്ല പെണ്ണായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന്. ഇതേ സമയം തന്നെ ആ ഭാര്യ ഉണ്ടല്ലോ, ആ മേടിക്കാതിരിക്കുന്ന ആളുടെ ഭാര്യ പറയുകയാണ്, ഞാൻ ഇവനെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻസറോനെ അങ്ങ് മേടിക്കുകയാണ്. നമ്മുടെ ടൻകനാണെങ്കിൽ ബാക്കിയുള്ള 2 പേരെയും കൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെനിച്ചു ആണെങ്കിൽ വളരെയധികം എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ടെൻഷൻ അടിച്ച് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ടൻകൻ ചോദിക്കുന്നു, നിന്നെ ആരെങ്കിലും മേടിക്കുവത്തില്ലെന്ന് ചോദിച്ചാണോടാ നീ ടെൻഷൻ അടിക്കുന്നതെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ സെനിച്ചു മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ അതൊന്നും ഓർത്തല്ല ടെൻഷൻ അടിക്കുന്നത്, ഇവൻ എങ്ങനെയാടാ ഇത്ര ലുക്ക് കിട്ടിയെന്നുള്ള ആലോചിച്ചാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത് പറയുന്നു. സമയം തന്നെ നമ്മുടെ ഇനോസ്കി പറയുകയാണ്, അതുകൊണ്ട് അവിടെ ഒരുപാടധികം ആൾക്കൂട്ടമുണ്ട്, അവിടെ എന്തുവാണ് സംഭവിക്കുന്നത് നമുക്ക് പോയി നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവർ 3 പേരും അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ് കാണുന്നത്. ഇപ്പൊ അവരാണ് അവിടുത്തെ ടോപ്പ് റാങ്കിൽ നിൽക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയത്ത് തന്നെ നമ്മുടെ സെനിച്ചു ചോദിക്കുകയാണ്, ഇതാണോ നിങ്ങളുടെ ഭാര്യ? എന്നാൽ ഇതൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൻകനാണെങ്കിൽ അവന്റെ തലക്കിട്ടൊരെണ്ണം കൊടുക്കുന്നു. എന്നാൽ നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ ഇവരെന്തോ ഇങ്ങനെ പെതുക്കെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചെവിക്കത്തിൽ കൈവിട്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെ ഉള്ള ഒരാൾ കാണുന്നു. സമയം തന്നെ ആ ആൾ വന്നിട്ട് നമ്മുടെ ടൻകനോട് ചോദിക്കുന്നു, ഈ പെണ്ണിന് നിങ്ങൾ എത്ര വിലയാണ് പറയുന്നത്? ഈ പെണ്ണിനെ ഞാൻ മേടിച്ചോളാമെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ ടൻകൻ പറയുന്നു, വിലയൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഏത് വീട്ടിലെ ആളാണെന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ ടൻകനാണെങ്കിൽ ആ 3 വീട്ടിലെ ഒരാൾ തന്നെയാണ് ആ വന്ന് ചോദിച്ചത്, നിങ്ങൾ എന്ത് കാരണത്തോളാണ് ഈ പെണ്ണിനെ സെലക്ട് ചെയ്യാൻ കാരണം നമ്മുടെ ടൻകൻ അവരോട് ചോദിച്ചാൽ ഇവളുടെ കണ്ണ് കാണാൻ വളരെയധികം രസമുണ്ട്, ഞാൻ അതുകൊണ്ടാണ് ഇവളെ മേടിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഇനോസ്കിനെ നമ്മുടെ ടൻകൻ അയാൾക്ക് വിൽക്കുന്ന നമ്മുടെ ടൻകനാണെങ്കിൽ സെനിറ്റ്സുവിനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ സെനിറ്റ്സു ഇതൊക്കെ കണ്ടിട്ട് ചോദിക്കുകയാണ്, എന്റെ മുഖം അത്രയും വൃത്തികേടാണോ, അതുകൊണ്ടാണോ ആരും എന്നെ മേടിക്കാൻ? മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഇനോസ്കിനെ മേടിച്ചുകൊണ്ട് പോയ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഇനോസ്കിനെ നല്ല രീതിയിൽ കുളിപ്പിച്ചിട്ട് അവിടെ കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവളെ കുറഞ്ഞ പൈസയ്ക്കാണ് മേടിച്ചത്, ഇവളുടെ കണ്ണ് കാണാൻ എന്ത് നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്, ഇവളെ ഞാൻ നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്തിട്ട് നല്ല വിളക്ക് തന്നെ ഇവളെ ഞാൻ മറച്ചു വെക്കുമെന്ന് പറഞ്ഞ് കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസാനത്തെ ആ വീടായിട്ടുള്ള ആ വീട്ടിലേക്ക് നമ്മുടെ സെനിറ്റ്സുവിനെ നമ്മുടെ ടൻകൻ വിറ്റു. നമ്മൾ വായിക്കുന്നത് ഇവൾ ഒരു തവണ മാത്രമേ കേട്ടിട്ടുള്ളൂ, പക്ഷെ ഇവൾ എന്തും വൃത്തിക്കാണ് ഇവൾ വായിക്കുന്നത്. അവിടെയുള്ള ബാക്കിയുള്ള സ്ത്രീകൾ നമ്മുടെ സെനിറ്റ്സുവിനെ നോക്കി പറയുന്നു. നമ്മുടെ സെനിറ്റ്സു ആണെങ്കിൽ വളരെയധികം ദേഷ്യം പിടിച്ചിട്ട് അവന്റെ തണ്ടർ ബ്രീത്തിങ് യൂസ് ചെയ്തിട്ട് ആ സംഗീതം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ കാണാൻ ഒരുപാടധികം സൗന്ദര്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഇവൻ നല്ല രീതിയിൽ വായിക്കുന്നുണ്ട്. പക്ഷെ എന്ത് കണ്ടിട്ടായിരിക്കും ഇവനെ ഈ ഓണർ മേടിച്ചത് എന്ന് അവർ ചിന്തിക്കുന്നു. അത് ഇവളുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല മേടിച്ചത്, ഇത് വിൽക്കാൻ വന്ന ആ ഓണർ ഉണ്ടല്ലോ, ആ ഓണറുടെ സൗന്ദര്യം കണ്ടിട്ടാണ് ഈ ഓണർ മേടിച്ചതെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പറയുന്നു. ഈ സമയം തന്നെ നമ്മുടെ ടൻകനാണെങ്കിൽ സെനിറ്റ്സുവിനെ മേടിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇവളെ കാണാൻ അത്രയ്ക്ക് സൗന്ദര്യമൊന്നും ഇല്ലെങ്കിൽ ഇവള് നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്യും, നിങ്ങളുടെ എല്ലാ പണി ഇവള് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ സെനിറ്റ്സുവിനെ വിൽക്കുന്നത്. സോ അതിന്റെ ദേഷ്യത്തിലാണ് നമ്മുടെ സെനിറ്റ്സു ഭയങ്കരമായിട്ട് ഭ്രാന്ത് പിടിച്ച പോലെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ താൻജറോ നിൽക്കുന്ന സ്ഥലത്ത് ഒരു പുതിയതായിട്ടൊരു കസ്റ്റമർ വരുന്നു. ഇതേസമയം തന്നെ അവിടെ നിന്നായിരുന്ന ഒരു സ്ത്രീ പറയുകയാണ്, അതുകൊണ്ട് തന്നെ ഈ ലഗേജ് ഒന്ന് മേളിൽ കൊണ്ടുവെക്ക്, പിന്നെ ഞങ്ങളോട് ക്ഷമിക്കണം, നിന്റെ മേക്കപ്പൊക്കെ അഴിച്ചു വെക്കുന്ന സമയത്ത് നിന്നെ മറുക് കണ്ടിട്ട് ഈ വീടിന്റെ ഓണർ ആണെങ്കിൽ വളരെയധികം ദേഷ്യപ്പെട്ടില്ലേ, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് അവർ പറയുന്നു. അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻസർ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ലഗേജ് എല്ലാം വളരെയധികം ഈസി ആയിട്ട് തന്നെ എടുത്തുകൊണ്ട് പോകുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ലേഡീസ് ഒക്കെ പറയുകയാണ്, ഇവൻ വളരെയധികം ശക്തിശാലിയാണല്ലോ, ഇവൾ വളരെയധികം നന്നായിട്ട് തന്നെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. കിടക്കുന്നത് 2 കുട്ടികളാണ്. അവർ പറയുകയാണ്, ഇതിനു മുമ്പുണ്ടായിരുന്ന ഇവിടെ അവൾ ഇവിടെ നിന്നാണ് ചാടി രക്ഷപ്പെട്ടത്, അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട്
ആ ജയിലിലൊക്കെ അടച്ചിടുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ താൻജറോ അങ്ങോട്ട് കയറി വരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താണ് സംസാരിച്ചതെന്ന് നമ്മുടെ താൻജറോ ചോദിക്കുന്നു. സമയം തന്നെ ആ കുട്ടികൾ നമ്മുടെ താൻജറോട് ചോദിക്കുന്നു, നിനക്കിത് വെയിറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ലേ? നമ്മുടെ താൻജറോ പറയുകയാണ്, ഇതിന് വെയിറ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ വളരെയധികം സിമ്പിൾ ആണെന്ന്. നിങ്ങൾ എന്തോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഏതാണ്ട് ആരാണ്ടൊക്കെ ചാടിപ്പോകുന്ന കാര്യങ്ങളൊക്കെ. ഓ, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇവിടെ വരുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ കടം വീട്ടിൽ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ചാടിപ്പോകും, ഐറോൺ സോനമൊക്കെ പോലെ. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻജറോ ചിന്തിക്കുകയാണ്, ഈ പേര് ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ഇത് ടൻകന്റെ ഭാര്യയല്ലേ? ഇതേസമയം തന്നെ അങ്ങോട്ട് ലേഡി കടന്നു വരുന്നു. ഐറോൺ സോനെ കുറിച്ച് അറിയാതെ നിങ്ങൾ അവനെ കുറിച്ചൊന്നും പറയരുത്. അവൾ ചാടിപ്പോയതാണോ എന്താണ് അവൾക്ക് സംഭവിച്ചതെന്നൊന്നും ഇതുവരെ അറിയത്തില്ല. നോക്കുന്ന സമയത്ത് ഈ സ്ഥലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേൾ ആണ് അവർ. ഇതേസമയത്ത് തന്നെ അവർ നമ്മുടെ താൻജറോ എടുത്തോട്ട് വന്നിട്ട് കുറച്ച് സീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെയധികം നന്ദിയുണ്ട്, എന്റെ പെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുന്നു. ഇതേസമയം തന്നെ നമ്മുടെ താൻജറോ ചോദിക്കുകയാണ്, അവർക്ക് എന്തോ പറ്റി? നിങ്ങൾ നേരത്തെ പറഞ്ഞ ഐറോൺ സോയ്ക്ക് എന്തോ പറ്റി? അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാണെന്ന് ആ ലേഡി ചോദിക്കുന്നു. ഇതേസമയം തന്നെ നമ്മുടെ താൻജറോ ആണെങ്കിൽ അവൾ എന്റെ സിസ്റ്ററാ എന്ന് നമ്മുടെ താൻജറോ പറയുന്നു. അങ്ങനെയായിരുന്നു, എനിക്കൊരു കാര്യം ഉറപ്പാക്ക്, നിന്റെ സിസ്റ്റർ ഒരിക്കലും ഇവിടെ നിന്ന് ചാടി പോയിട്ടില്ല. കാരണം നിന്റെ സിസ്റ്ററിന് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല. അവളുടെ പുസ്തകത്തിൽ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ഏതാണ്ട് എഴുതിയിരിക്കുന്നു. ആ കാരണത്താലാണ് ആൾക്കാരൊക്കെ പറയുന്നത് നിന്റെ സിസ്റ്റർ ഇവിടെ നിന്ന് ചാടിപ്പോയതാണെന്ന്. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. ഈ ആഷ്നിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് ജോലി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ലേഡീസിനൊക്കെ അവരുടെ ജോലി കഴിയാവുന്നതിന് മുൻപേ തന്നെ അവരുടെ ബോയ് ഫ്രണ്ട്സ് ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകും. അതായത് ബോയ് ഫ്രണ്ട്സിന്റെ കൂടെ ഇവിടെ നിന്ന് ചാടിപ്പോകും. അതിനാണ് ആഷ്നിക്ക എന്ന് പറയുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ ടാൻജർ ചിന്തിക്കുന്നു, എന്നാൽ ഇത് ഡീമൺസിന് വളരെയധികം അഡ്വാൻറ്റേജ് ആണ്. ഡീമൺസ് ഏതെങ്കിലും നമ്മുടെ ടൻകനാണ്. നമ്മുടെ ടൻകൻ ഒരു ബിൽഡിങ്ങിനെ മണ്ടക്കി എറിയിരുന്നിട്ട് ആലോചിക്കുകയാണ്, ഇന്നും ഇവിടെ വ്യത്യസ്തമായിട്ടൊന്നും നടന്നിട്ടില്ല. ഇനിയും ഞാൻ ഈ തേടുന്ന ഡീമൻ ഒരു അപ്പർ മൂൺ ഡീമനാണോ? അതുകൊണ്ടാണോ എനിക്ക് ഈ ഡീമനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മുടെ ടൻകൻ വിചാരിക്കും. ഇതേസമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഇനോസ്കി വളരെയധികം ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. കാരണം അവനക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത് പെണ്ണുങ്ങളുടെ ഡ്രസ്സാണ്. അതിട്ടുകൊണ്ട് അവന് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. എന്നാൽ ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് സ്ത്രീകളാണെങ്കിൽ മാക്കിയോ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് സംസാരിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ അവിടെ പോയിരുന്ന് ഒളിച്ചിരുന്നത് കേൾക്കാൻ ശ്രമിക്കുന്നു. മാക്കിയോ എന്ന് പറയുന്നത് നമ്മുടെ ടൻകന്റെ വേറൊരു മാക്കിയോക്ക് എന്തോ പ്രശ്നമുണ്ട്. അവൾക്ക് ഫുഡ് കൊണ്ടു കൊടുത്താൽ അതൊന്നും അവൾ കഴിക്കത്തൊന്നുമില്ല. അവൾക്ക് എന്തോ അസുഖമുള്ളത് പോലെയാണ്. പക്ഷെ അവളെ ആശുപത്രി വിളിച്ചാൽ അവളോട്ട് വരത്തും, അവളെ നമുക്ക് കാണാൻ പോലും സാധിക്കത്തില്ല. അവളെ ആ റൂമിന്റെ അകത്ത് നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നു പോലും ഇല്ല എന്ന് അവർ പറയുന്നു. ഓ മാക്കിയോ, അത് ടൻകന്റെ ഒരു ഭാര്യയല്ലേ? അവളപ്പോ ഈ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇനോസ്കി അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ആ സ്ത്രീകൾ പറയുകയാണ്, ഹേ കുട്ടി ഓടാതെ നടന്നു പോകും, അതല്ലേ മര്യാദ എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ തലയൊക്കെ ആട്ടി വളരെയധികം ദേശത്തോട് നടന്നു പോകും. കാണിക്കുന്നത് നമ്മുടെ ടൻകനാണെങ്കിൽ ഇനോസ്കിയോട് പറയുന്ന ഒരു കാര്യമാണ്, നീ ദയവ് ചെയ്ത് നിന്റെ വായൊന്നും തുറക്കല്ലേ, പ്രത്യേകിച്ച് നീ ഒരു പെണ്ണിനെ പോലെ സംസാരിക്കാൻ പോലും ശ്രമിക്കരുത്. നിന്റെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട സൗണ്ടാണ്, ഒരു കാക്ക കിടന്ന് അലയ്ക്കുന്നത് പോലത്തെ. പിന്നീട് കാണിക്കുന്നത് നേരത്തെ പറഞ്ഞ മാക്കിയോ എന്ന് പറഞ്ഞ ആളുടെ റൂമാണ്. ആ റൂമിൽ വളരെയധികം വിചിത്രമായിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നു. അവളെ കെട്ടിയിട്ടിരിക്കുന്നു. ഇതേ സമയമാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ആ റൂമിൻ്റെ അകത്തൊരു ഡീമനുണ്ട്. ആ ഡീമൻ മാക്കിയോട് ചോദിക്കുന്നു, സത്യം പറ, നീ ആർക്കാണ് ഈ ലെറ്റേഴ്സ് ഒക്കെ അയക്കുന്നത്? നമ്മുടെ ഇനോസ്കിക്ക് അറിയത്തില്ല. താരം നിന്നിരുന്ന നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ നോക്കിയിട്ട് ആ റൂമിന്റെ മണ്ടക്കോട്ട് കയറി പോകുന്നു. അവിടെ വെച്ച് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 2 രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഈ സീസൺ 2 ട്രെയിലർ മാത്രമാണ്. സോ ഇനിയാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് മൂവി. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കാം. സോ അടുത്ത എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, ഉടനെ വരുന്നതായിരിക്കും. അപ്പം ടാറ്റ ബൈ.